morning. Good morning. Shashi, come to my cabin. Yes, coming. Good morning, sir. ഇരുന്നാട്ടെ. Thank you. ശശി, നിനക്ക് ഹൈദരാബാദ് ബ്രാഞ്ചിൽ നിന്ന് ട്രാൻസ്ഫർ വന്നിട്ടുണ്ട് കേട്ടോ? What? യാ, Really? യെസ്. എല്ലാവരും ഈ ബ്രാഞ്ച് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ നീ മാത്രം എന്താ ഹൈദരാബാദിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നത്? I have my boyfriend there. ഓ, നൈസ് നൈസ്. ആൻഡ് വെരി ഓൾ ദി ബെസ്റ്റ് ടു യു. Thank you so much, sir. ഗുഡ് ലക്ക് ശശി. Yes. എന്താണ് ശശി ഇത്ര പെട്ടെന്ന് ഹൈദരാബാദിലേക്ക്? പെട്ടെന്നുള്ള തീരുമാനമല്ലടി, ഓൾറെഡി പ്ലാൻഡാ. ഒരു 6 മാസമായിട്ടുള്ള പ്ലാനിങ് ആയത്. ഇപ്പോഴാണ് അതിന്റെ സമയം വന്നത്. ഇനി ഞങ്ങളുടെ ലൈഫ് ഹൈദരാബാദിൽ തന്നെ. ഇനി എല്ലാ വീക്കെൻഡും എന്റെ ബോയ്ഫ്രണ്ടിന്റെ കൂടെ തന്നെ അടിച്ചുപൊളി. അപ്പൊ എന്നെ മറന്നു അല്ലേ? നീ ഞങ്ങളുടെ കൂടെ കുടിക്കോ? ജോയിൻ us. ഈ ആഴ്ച വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാലും നോക്കട്ടെ. All the best. Happy journey. Thank you. Bye. Miss you. Me too. ഒരു കാര്യവും നമ്മൾ മറച്ചു വെച്ചിട്ടില്ല. പക്ഷെ വരുന്ന വിവരം ഞാൻ നിന്നോട് പറഞ്ഞില്ല. അതെന്താന്ന് വെച്ചാൽ, നീ എന്നെ പെട്ടെന്ന് കാണുമ്പോൾ നിന്റെ ആ സന്തോഷത്തിൽ ഞാനും മതിമറക്കണം. നീ ഓടി വന്നെന്നെ കെട്ടിപ്പിടിക്കുമ്പോൾ ഞാൻ നിന്നിൽ അലിഞ്ഞു ചേരുന്ന പോലെ ഒരു അനുഭൂതി എനിക്ക് ഉണ്ടാവണം. ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത്. ആണല്ലേ? കൊള്ളാലോ. എന്റെ പൊന്നളിയാ, എന്താ ഡാൻസ് അല്ലേ! അടിപൊളിയായിട്ടുണ്ട്. സിനിമ നടിയെ പോലെ ഉണ്ട്. ഓ, ഇവരെയൊക്കെ നാട്ടിൽ കൊണ്ടുപോയി ഉത്സവത്തിന്റെ അന്ന് സ്റ്റേജിൽ കയറ്റി ഡാൻസ് കളിപ്പിക്കണം. ഒന്ന് പതുക്കെ പറയടാ, ആരെങ്കിലും കേട്ടാ മോശമല്ലടാ. ഇവിടെ പോഷ് കൾച്ചർ അല്ലേ? ഒന്ന് നിർത്തടാ. ഇത് പോർഷ് കൾച്ചർ ആണെങ്കിൽ എന്റെ വില്ലേജ് കൾച്ചറാടാ. നമ്മൾ വിളിച്ചോണ്ട് പോയി അവർ ഡാൻസ് കളിച്ചിട്ട് നമ്മൾ പൈസ കൊടുക്കും. ഇവിടെ അവര് തന്നെ പൈസ കൊടുത്തിട്ട് ഡാൻസ് കളിക്കുന്നു. അത്രേ ഉള്ളൂ, മനസ്സിലായോ? You want company? കമ്പനിയൊന്നും ഇല്ലെന്നേ, ഓൺലി ചെമ്മീൻ ഫാമിംഗ്. പക്ഷേ 20,000 രൂപ വെച്ച് 5 സെന്റിൽ ചെയ്യുന്നുണ്ട്. അവളെന്താളെ എങ്ങനെ അങ്ങ് പോയത്? ഇനിയും കുറച്ചു നേരം സംസാരിച്ചെങ്കിൽ കമ്പനിയിൽ ഒരു ഷെയർ ഞാൻ കൊടുത്തേനല്ലോ. ഇത്രയ്ക്ക് ബിസി ആവാൻ എന്താണാവോ കാരണം? Ma'am, what do you want, ma'am? Orange juice. Okay, ma'am. അല്ല ശശി, നീ എന്താ ഇവിടെ? നീ നോക്കി നിൽക്കാതെ അവിടെ പോയിരിക്കേ, ഞാൻ ഇപ്പൊ വരാം. ഈ ക്ഷണം
ജ്യൂസ് മാം. I want vodka. Two more. ഡാ നീ ഇതെങ്ങോട്ടാ പോകുന്നത്? ഡാൻസ് കളിച്ചിട്ട് വരാളിയാ. എടാ അതിന് നിനക്ക് ഡാൻസ് അറിയില്ലല്ലോ. അവരറിഞ്ഞിട്ടാണോ കളിക്കുന്നത്? പക്ഷേ അവരുടെ ഇടയ്ക്ക് നിന്ന് നിന്നാണ്ടല്ലോ നമ്മളെ കൂടെ ഡാൻസ് കളിപ്പിക്കളിയാ. ഞാനൊന്നും വരുന്നില്ല, നീ ചെല്ല്. ഡാ അമ്പലത്തിലാടാ അടങ്ങിയിരിക്കണ്ടേ, പബ്ബി വന്നാ അടിച്ച് പൊളിച്ചേക്കണം. നിന്നെയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കണ്ടോ സ്വർണ്ണ ചേന, മാല മാല. Let's go home. ഓക്കെ, ഞാൻ 5 മിനിറ്റിനുള്ളിൽ വരാം. നീ കാറിൽ പോയിരിക്കേ. വാട്ട് എ സഡൻ സർപ്രൈസ്. കം ഓൺ ശശി, ഇസ് ആർ കോമൺ. അവൾ എന്റെ മാനേജറാ, ഹസ്ബൻഡ് ഓൺ സൈറ്റിലാണ് ഉള്ളത്. ഇതൊക്കെ അവർക്ക് സഹജമാണ്. അയ്യോ, നിന്നോട് ഞാനിതിനെ ഇതൊക്കെ പറയുന്നത്. മുംബൈ കേളല്ലേ നീ, നിനക്കറിയില്ലേ? ഞാൻ മുംബൈക്കാരിയാണ്, പക്ഷെ നീ വിചാരിക്കുന്ന പോലെയല്ല. ഐ നോ ബേബി, ഐ നോ. ഇനി നീ ഇവിടെ എത്തിയില്ലേ, ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും. ഒരുപാട് ഓവറാവല്ലേ. നീ ഇവിടെ വന്നത് എനിക്ക് വേണ്ടിയാ. ഞാനില്ലാതെ നിനക്ക് എവിടെ പോവാൻ പറ്റും? ഐ എം ദ ഓൺലി ഓപ്ഷൻ. എന്താ നോക്കുന്നേ? ഇവിടെയുള്ളവർ ആരും ഒറ്റയ്ക്കല്ല, ഓരോരുത്തർക്കും കൂട്ടിനാളുണ്ടാവും. പറഞ്ഞത് മനസ്സിലായില്ലേ? ഐ ആം ദ ഓൺലി ഓപ്ഷൻ. കൊടുത്തേക്കാം. We'll do this by this week. Okay? Okay. We'll mail the information. Thank you. Yeah. ഇവിടാകലക്ക് മിന്നിയേ അഴല് പോയ വഴി തിരയുന്നേ ചുറ്റിയേത് ലക്കിത് വന്നെത്തി മനസ്സെന്തോ തേടിയാകെ. Give me your profile. What? Tell me about yourself. അത് പിന്നെ മാഡത്തിന് എന്നെ ഓർമ്മയുണ്ടോ? I said, tell me about yourself. അത് എല്ലാ റൗണ്ടും ഞാൻ ക്ലിയർ ചെയ്തിട്ടാ വരുന്നത്. അപ്പോയിന്റ്മെന്റ് ലെറ്റർ തരാന്ന് പറഞ്ഞായിരുന്നു, അതാ വന്നേ. എത്ര കൊടുത്തു? അത് 4. ഇതിന് മുൻപ് ഉണ്ടായിരുന്നവൻ ഫ്രോഡ് ചെയ്തെന്ന് പറഞ്ഞ ആ സ്ഥാനത്ത് എന്നെ അപ്പോയിന്റ് ചെയ്തേക്കുന്നത്. ഐ ഫോളോ മൈ പ്രോസസ്. ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്. ഐ ആം ശിവ. വാട്ട് ഡു യു നോ അബൌട്ട് ദിസ് കമ്പനി? സ്റ്റാർട്ടിംഗ് സാലറി 12 lakhs. അങ്ങനെയാണെങ്കിൽ പെർ മന്ത് 1 lakh. വാട്ട് ഈസ് സിസ്റ്റം അനാലിസിസ്? അത് 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 ഡു യു നോ ദ ആൻസർ ഓർ നോട്ട്? അയ്യോ അറിയാം, പക്ഷെ ഇംഗ്ലീഷിൽ പറയാൻ കുറച്ചല്ല കുറച്ചധികം ബുദ്ധിമുട്ടുണ്ട്. മലയാളത്തിൽ എളുപ്പമാണോ? ആ, എന്നാ ശരി, പറ. സിസ്റ്റത്തിൽ കൊടുക്കുന്ന മുഴുവൻ പ്രോസസ്സും, അതായത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ഇൻപുട്ട് കൺട്രോളായി പ്രോസസ് ചെയ്ത് ഔട്ട്പുട്ടിലേക്ക് കൺവേർട്ട് ചെയ്യും മാഡം. ഇതെല്ലാം കറക്റ്റ് ആയിട്ടാണോ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിസ്റ്റം അനാലിസിസ് യൂസ് ചെയ്യുന്നത്. നോട്ട് ബാഡ്. യു ഹാവ് സബ്ജക്ട് ശിവ, ബട്ട് പുവർ കമ്മ്യൂണിക്കേഷൻ. നീ ഫോറിൻ ക്ലയൻസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോ ഇംഗ്ലീഷ് പ്രധാനമാണ്. ഇങ്ങോട്ട് നോക്ക് ശിവ, I'll give you 15 days time. Improve your skills and come back. പണ്ട് മുതലേ ഇംഗ്ലീഷ് അറിയില്ല, പിന്നെ ഇപ്പൊ പെട്ടെന്ന് പറഞ്ഞാ എങ്ങനെ? What? ഇല്ല, ഒന്നുമില്ല. ശിവ, മാം, അന്ന് രാത്രി പബ്ബിൽ വെച്ച് അറിയാതെ ഒന്ന് നിന്നെ... അത് മാഡം മറന്നുപോയെന്നാ ഞാൻ വിചാരിച്ചേ. അപ്പം മറന്നിട്ടില്ല അല്ലേ? ആ കാര്യം നീ ഇതുവരെ മറന്നില്ലെങ്കിൽ ഇവിടെ ജോലി കിട്ടുന്ന കാര്യം നീ മറക്കേണ്ടി വരും.
ഓർമ്മയുണ്ടല്ലോ 15 days ടൈം. കീപ് പ്രാക്ടീസിങ്. ഈ 15 ദിവസവും അയ്യപ്പനെ ശരണം വിളിക്കുന്ന പോലെ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടേ ഇരിക്കണം. ഇത് നടക്കൂല. ഇതൊന്നും ശരിയാവില്ല.